മാറാത്തത് മാറുമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇതിനെ പറയേണ്ടത് മാറാത്തത് ഇനി നാറും ഇവർ വന്നാൽ. നമുക്കൊരു വീഡിയോ കാണാം. ബീഹാറിലെ സിർസി എന്ന ഗ്രാമത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ അവസ്ഥ എന്താണെന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു തരാം. ഇവിടെയൊക്കെ ആരോഗ്യ മേഖലയുടെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാനാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയും. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ നിരവധി ഗ്രാമങ്ങൾ, നൂറുകണക്കിന് ആളുകൾ താമസിക്കുന്ന ഗ്രാമങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഒരൊറ്റ ഡോക്ടർ പോലും ഇല്ല. സീനിയർ നഴ്സ് പ്രസവം നോക്കുന്ന ഉത്തരേന്ത്യ, BJP ഭരിക്കുന്ന ഉത്തരേന്ത്യ ആണത്രേ. ഒപ്പം ഇവിടെ പ്രസവം നടക്കുന്നുണ്ട്. നോർമൽ ഡെലിവറി ആണെങ്കിൽ അതും നടത്തുന്നത് നഴ്സുമാർ തന്നെയാണെന്ന് പറയുന്നു. ഇവിടെ നാട്ടുകാർ നമ്മളെ കണ്ട് വന്നതാണ്. क्या होता है ये डॉक्टर वगैरह कुछ नहीं? यहाँ पे जो डॉक्टर का कोई सुविधा नहीं है. बाकी जो सिर्फ एक नर्स है, नॉर्मल डिलीवरी होता है. बाकी यहाँ जो दवाई का सुविधा है जो मिलना चाहिए पब्लिक को, यहाँ के लिए नहीं मिल पाता है. कौन कौन ये दवाई कौन देता है? दवाई हमारे एक भाई मनसुख साहब हैं, वो देते हैं हफ्ता. नर्स नहीं, हाँ वही अपना वो देख के जो भी है पर्ची वर्ची काट के देते हैं दवाई. वो हफ्ता में 3 दिन आते हैं. और जो डॉक्टर का मेन सबसे बड़का सीनियर नर्स भी एक हफ्ता में 3 दिन आता है. सीनियर नर्स तो परमानेंट है यहाँ पे. बाकी जो मनसुख भाई है हफ्ता में 3 दिन है, वो दवाई देता है. हाँ वही दवाई देता है. अब कैसे चलता है भाई साहब? हिंदी में बोले. कैसे चलता है? डेली यहाँ पे रेगुलर OPD चलता है और डिलीवरी. डिलीवरी भी चलता है? हाँ डिलीवरी, नॉर्मल डिलीवरी, जनरल डिलीवरी होता है यहाँ पे नॉर्मल. कौन संभालेगा? ये नर्स संभालेगा? हाँ डिलीवरी रूम ANM है. बाकी दवाई के लिए हम स्टाफ नर्स है वो पोस्टेड. आप सीनियर नर्स? हाँ. दवाई आप देता है? हाँ. ये यहाँ से बड़ा हॉस्पिटल डॉक्टर के देखने तो कितने दूर जाना है? समथिंग 30 किलोमीटर के आसपास है यहाँ से. 30 किलोमीटर दूर है रोटा. CSC है वहाँ पे. ഈ ആശുപത്രിയിലെ ലേബർ റൂമാണ് ഈ കാണുന്നത്. ഇതിനെ തൊട്ട് മുകളിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അവിടെ നിന്ന് മേൽക്കൂരയുടെ ഭാഗങ്ങൾ ഇടിഞ്ഞ് താഴേക്ക് പൊളിഞ്ഞു വീഴുന്നുണ്ട്. ഒരു ഭാഗത്ത് മുഴുവൻ പായൽ പിടിച്ച് കിടക്കുന്നു. ഇതിനുള്ളിൽ കയറാം, ആർക്കും കയറാവുന്ന രൂപത്തിൽ തുറന്നിട്ടിരിക്കുകയാണ് ലേബർ റൂം. നമ്മുടെ നാട്ടിലേക്ക് അവസ്ഥ ഒന്ന് ആലോചിച്ചാൽ മതി. ഇത് അത്ഭുതം തോന്നുകയാണ്. ഇതിന്റെ ഒരു ചുവരിപ്പ് പൊട്ടി വീഴാൻ നിൽക്കുന്ന രൂപത്തിലാണ് ഒരു ഭാഗമുള്ളത്. പായൽ പിടിച്ച് മറ്റു മരങ്ങളുടെയൊക്കെ വേരിറങ്ങി നിൽക്കുന്നതാണ് ഇവിടെ കാണുന്ന കാഴ്ച. ഇവിടെ ഒരു കട്ടിൽ ഇട്ടിട്ടുണ്ട്. സാധാരണ പ്രസവമാണെങ്കിൽ ഇവിടെ തന്നെ അത് കൈകാര്യം ചെയ്യുമെന്നാണ് ഇവിടെയുള്ള നഴ്സുമാർ പറയുന്നത്. നഴ്സുമാരാണ് അത് കൈകാര്യം ചെയ്യുക. മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ 25 കിലോമീറ്റർ ദൂരം പുറത്തേക്ക് ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് സ്ഥിതി. ഇതാണ് ലേബർ റൂമിന്റെ കാഴ്ച. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വരുന്നു. ആളുകൾ ഇതൊക്കെ വോട്ടിലൂടെ അവരുടെ വികാരം പ്രകടിപ്പിക്കുമോ എന്നിനി കണ്ടറിയണം. ഒരു ഡോക്ടറെ കാണാൻ 25 കിലോമീറ്റർ താണ്ടണം. ഈ ചെറിയ ഹെൽത്ത് സെന്ററിൽ പ്രസവം നോക്കുന്നത് സീനിയർ നഴ്സുമാർ. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ടേബിൾ പോലെയുള്ള ആ ടേബിൾ കിടത്തിക്കൊണ്ടാണ് പ്രസവം നോക്കുന്നത്. ഇതിൽ എന്ത് വികസനമാണ് കേരളത്തിൽ ഇല്ലാത്തത്? ഈ വികസനത്തെയാണോ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്? ഇതിനെയാണോ മാറാത്തത് മാറും എന്ന് പറഞ്ഞുകൊണ്ട് പൊക്കി പിടിച്ച് സംഖ്യ ഓടി നടക്കുന്നത്? ഈ വികസനം ഞങ്ങൾക്ക് വേണ്ട. ഈ വികസനത്തിനെ പറയുന്ന പേര് മാറാത്തത് ഇനി നാറും. ഇതാണ് ഇതിന് മുദ്രാവാക്യം. പിന്നെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്പർ 1 കേരളമാണ്. ഈ കേരളത്തിലില്ലാത്ത വികസനം എന്താണ് ഈ BJPക്കാർ കൊണ്ടുവരുന്നത്? ജനങ്ങൾ ചിന്തിക്കുക. അല്ലെങ്കിൽ അടിത്തറ ഇളകി കഴിഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല.